നമ്മൾ വിശ്വയുടെ വസ്ത്രത്തിൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശം അന്വേഷിക്കുക നിനക്ക് മാർഗീപമായിരിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശം അന്വേഷിക്കുക നിനക്ക് മാർഗീപമായിരിക്കട്ടെ. ശരീരത്തിൽ അംഗത്വം നിത്യജീവിതത്തിനുള്ള അവകാശം നിങ്ങൾക്ക് നൽകിയ പിതാവാദ്യവുമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രരാക്കണമേ. പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഈ ദാസർക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈരപടയാളിയാകും ദർബാറിൽ സഭയുടെ വിശ്വശാസ്ത്രമായി ജീവിക്കാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും സൗന്ദര്യവും അങ്ങേ ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങനെ അനുബന്ധാത്മപരമായ ജീവൻ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും
പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച് സ്റ്റെഫാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും തിരികെപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാമോദിസ സ്വീകരിച്ച സേറ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും തിരികെപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, ദാസ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർണ്ണതയും ഇവർ ആരംഭിച്ചിരിക്കുന്ന ജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാം ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസരെ സംരക്ഷിക്കട്ടെ. വിശാലതയോടും ജീവിതത്തിലൂടെ തുടർന്നീളം പ്രസരിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആജ്ഞാനത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി സഫോനൂസ് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെയും നിസ്വഭാഗ്യത്തിൻ്റെയും അടയാളമായി ശാറ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു.
ജീവിതമാനവരുടെ വഴികാട്ടികളായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തപുത്രരായി ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിങ്ങളെന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരരക്ഷിതരായി തീരട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശികളായി തീരുന്നവരെ ആപത്തുകളിൽ നിന്നും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ തെളിവും നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശ്വാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാകട്ടെ. ഈ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ സ്വസ്തി. നിങ്ങളെ സ്വീകരിച്ചതുകൊണ്ട്